ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഭാരതത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ അത് തുടരുകയാണ്. പഹൽഗാം, അനന്തനാഗ്, ബൈസരൺ മേഖലകളിലാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അദ്ദേഹം ഈ ഒരു കശ്മീരിൽ തുടരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ മുതൽ രാത്രി ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകത്ത് തന്നെ അദ്ദേഹം കശ്മീരിലെത്തി മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവരുമായി ചേർന്ന് പ്രത്യേക യോഗം അദ്ദേഹം ചേരുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സൗദി സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് പ്രത്യേക യോഗം രാവിലെ ചേരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖിലേ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രിയിൽ തന്നെ ഭാരതത്തിലേക്ക് യാത്ര തുടങ്ങിയത്. അദ്ദേഹം ഏതാണ്ട് 7:30 ഡൽഹിയിൽ തിരികെ എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമാകും ഈ ഉന്നതതല യോഗം രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുക. ഇന്നലെ ഏതാണ്ട് 2:30 നടന്ന ഈ ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി രാത്രിയിലാണ് പൊതുവെ തിരിച്ചറിയുന്നത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27ആയി ഉയർന്നിരിക്കുകയാണ്. ഇതാരൊക്കെയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ജമ്മു കാശ്മീർ സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട്. അതിനാൽ വളരെ വലിയൊരു ഭീകരാക്രമണം, ഏതാണ്ട് 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രത്തോളം വലിയൊരു ആക്രമണം ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ അത്രത്തോളം ഗൗരവമായാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വളരെ സുപ്രധാനമായ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്നലെ രാത്രി തന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് അദ്ദേഹം യാത്ര തുടങ്ങിയത്. ഇന്നിപ്പോൾ 7:30 അദ്ദേഹത്തിന്റെ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഈ ഉന്നതതല യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിൽ ജമ്മു കാശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിലാണ് ഉള്ളത്. ഇന്ന് അദ്ദേഹം ഈ സംഭവം നടന്ന പഹൽഗാമിലേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ അദ്ദേഹം എപ്പോഴാണ് അവിടെ സന്ദർശനം നടത്തുക എന്ന സമയം നിലവിൽ സർക്കാർ വൃത്തങ്ങളോ ജമ്മു കാശ്മീർ പോലീസോ നമുക്ക് നൽകിയിട്ടില്ല. ഇന്ന് അദ്ദേഹം സംഭവ സ്ഥലം സന്ദർശിക്കും എന്നത് ഉറപ്പാണ്. അതിന്റെ സമയം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം തന്നെ ശ്രീനഗറിൽ എത്തുകയും അവിടെ ഒരു ഉന്നതതല യോഗം വിളിക്കുകയും ചെയ്തു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തതാണ്. അദ്ദേഹം ഈ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ആദ്യം തന്നെ ഡൽഹിയിൽ ഔദ്യോഗിക വസതിയായ കൃഷ്ണമേനോൻ മാർഗിൽ ഒരു യോഗം വിളിച്ചിരുന്നു. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡൽഹിയിൽ നടന്ന യോഗത്തിലും പങ്കെടുത്തു. കൂടാതെ IB-യുടെ തലവനും അതോടൊപ്പം തന്നെ CRPF-ന്റെ തലവനും ഹോം സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗൗരവമായി ഈ പഹൽഗാം സംഭവം നോക്കിക്കാണുന്നു എന്നത് ഈ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ തിരിച്ചുള്ള ഈ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം തിരിച്ചു വന്ന സംഭവം നോക്കിയാലും അമിത്ഷാ വളരെ വേഗം തന്നെ ശ്രീനഗറിലേക്ക് എത്തിയത് നോക്കിയാലും എത്രത്തോളം ഗൗരവമായാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഏതായാലും ശക്തമായ തിരിച്ചടി സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. പഹൽഗാം എന്നത് ജമ്മു കാശ്മീരിലെ കശ്മീർ റീജിയനിലെ അനന്തനാഗ് മേഖലയിലാണ് വരുന്നത്. അതിനാൽ അവിടെ ഇന്നലെ രാത്രി മുതൽ തന്നെ സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നുണ്ട്. സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ സംയുക്തമായുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 7-അംഗ സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിലിനൊപ്പം നിലവിൽ ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ ഇസ്ലാമിക ഭീകര സംഘടനയുടെ വേരുകൾ പൂർണ്ണമായി അറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു ഓപ്പറേഷനാകും. ഒരു കൗണ്ടർ ഓപ്പറേഷനാവും സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പ്രദേശത്ത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ, ഗൗതം, ഒപ്പം തന്നെ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ സൈനിക വിഭാഗങ്ങളൊക്കെ ഇന്ന് പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ഒരു യോഗം ചേരും എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം പങ്കെടുക്കുന്നൊരു യോഗം ഉണ്ടാകും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈയൊരു ഇപ്പോൾ നിലവിൽ 26ഓളം പേർ മരിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ഈ പരിക്കേറ്റ് വിവിധ ആശുപത്രികളായി കഴിയുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
നിഖിലേ, ഈ പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് ഇപ്പോൾ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ മരണസംഖ്യ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയില്ല. ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ മരണസംഖ്യ എന്നത് ഒരു 20നും 28നും ഒക്കെ ഇടയിലാകുമെന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിനാൽ ഇതിനപ്പുറത്തേക്ക് ഇനിയും പോകാനില്ല. കാരണം ഇത്രയും ആളുകൾക്കാണ് ഈ സ്പോട്ടിൽ വെച്ച് വെടിയേറ്റത്. അതല്ലാതെ പരിക്കേറ്റവരുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില അല്പം ഭേദമാകുന്നു. അവർ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമല്ല. അതിനാൽ ഇനിയും ഈ മരണനിരക്ക് വല്ലാതെ ഉയർന്നു പോകാനുള്ള സാധ്യതയില്ല. അതൊരു ശുഭകരമായ വാർത്തയാണ്. ആളുകളെ പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചതും അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ സുരക്ഷാ സേനയ്ക്കും അതോടൊപ്പം തന്നെ കശ്മീരിലെ ഭരണകൂടത്തിനുമൊക്കെ സാധിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ മരണസംഖ്യ ഇനിയും ഉയർന്നു പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ 27 പേർ എന്ന് പറയുന്നത് അതിഗുരുതരമായി വെടിയേറ്റവരാണ്. ഈ ഭീകരർ ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയതിന് ശേഷം അവരുടെ മതം അന്വേഷിച്ച് കഴിഞ്ഞ് മുസ്ലിങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തലയ്ക്കും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. പല ആളുകളും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റ് മരിച്ചു. ചിലർ ആശുപത്രിയിലേക്ക് ചിലരെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ മറ്റാളുകൾ അവർക്ക് പിന്നീട് വിദഗ്ധ ചികിത്സയും മറ്റും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് വീണ്ടും ജമ്മു കശ്മീർ സാക്ഷിയാവുകയാണ്. അതും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ്. കാരണം 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി കശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് ജമ്മു കാശ്മീരിൽ നടന്നിരുന്നത്. ആ ഘട്ടത്തിൽ സൈന്യത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നുവെന്ന് മാത്രമല്ല ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ജമ്മു കാശ്മീർ താഴ്വരയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ നിലവിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. അതാണോ ഇപ്പോഴത്തെ ഈ ഭീകരാക്രമണത്തിനൊക്കെ കാരണം എന്ന ചോദ്യം ഇപ്പോൾ വിവിധ കോണുകളിൽ ഉയരുകയാണ്. കാരണം കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അധികാരത്തിലേറി. അതിനുശേഷം പിന്നീട് അക്രമ സംഭവങ്ങൾ കശ്മീർ താഴ്വരയുടെ ചില ഭാഗങ്ങളിൽ വീണ്ടും രൂപപ്പെട്ട് തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു ഭീകരാക്രമണം, മുൻപ് 89-ലും 90-ലും ഒക്കെ നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടതുപോലെയുള്ള വലിയൊരു ഭീകരാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ചോദ്യം ഉയരുന്നത് ഈ ഭരണമാറ്റമാണോ ഇത്തരം സംഭവങ്ങളിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നത്? വീണ്ടും ഭീകരവാദികൾക്ക് ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ അവസരം ലഭിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഗൗതം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കൊല്ലപ്പെട്ടവരെ അല്ലെങ്കിൽ ഈ ഭീകരർ വെടിവെച്ച് കൊന്നവരെയൊക്കെ അവരുടെ അടുത്ത് കൃത്യമായി അവരുടെ മതം ചോദിക്കുകയും നിങ്ങൾ പേര് ചോദിച്ചതിന് ശേഷം ഹിന്ദു ആണോ എന്ന് ചോദിച്ചതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാഴ്ച. അതായത് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ ഒരു കുടുംബം, ഭർത്താവും ഭാര്യയുമുള്ള ആ ഒരു കുടുംബത്തിൽ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഭാര്യയോട് പറഞ്ഞത് നിന്നെ കൊല്ലില്ല, നീ പോയി മോദിയോട് പറയൂ എന്ന്. അങ്ങനെ വളരെ നീചമായൊരു പ്രവൃത്തി, ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാഴ്ച. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമല്ലേ? നിഖിലെ, വളരെ പൈശാചികവും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ മതേതര സ്വഭാവത്തിനും വെല്ലുവിളിയാകുന്ന കാഴ്ചയാണ് ജമ്മു കാശ്മീരിൽ ഇന്നലെ കണ്ടത്. ഇത് കശ്മീരിലെ ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാവുന്നതാണ് ജമ്മു കാശ്മീരിൻ്റെ മുൻകാല ചരിത്രം എന്നത് ഇത്തരം സംഭവങ്ങൾ ഒരു കാലത്ത് അവിടെ തുടർക്കഥയായിരുന്നു. കാരണം കശ്മീരി പണ്ഡിറ്റുകൾക്ക് ആ പ്രദേശം വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, ഡൽഹിയിലേക്കോ അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഇസ്ലാമിക ഭീകരവാദികളുടെ
ഇത്തരം ആക്രമണം മൂലമാണ്. 1989, 90, 91, 92 കാലയളവുകളിൽ ഇത്തരം ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ജമ്മു കശ്മീർ താഴ്വരയിൽ തുടർച്ചയായി ഉണ്ടായി. അങ്ങനെയാണ് കശ്മീരി പണ്ഡിറ്റുകൾ ജീവിച്ചിരുന്ന കശ്മീർ താഴ്വരയിൽ ഇന്ന് പണ്ഡിറ്റുകൾ ഇല്ലാതായത് തന്നെ അങ്ങനെയാണ്. കാരണം കശ്മീർ എന്ന് പറയുന്നത് പൊതുവേ ആളുകൾ കണക്ക് കൂട്ടുന്നത് അതൊരു മുസ്ലിം ഭൂരിപക്ഷമായ സ്ഥലമാണ് എന്നതായിരുന്നു. പക്ഷേ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ജമ്മു കശ്മീർ ഒരു ഹിന്ദു രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ പോലും ഹരിസിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു രാജാവ് ഭരിച്ചിരുന്ന പ്രദേശമാണ്. അവിടെ ഹിന്ദു ധർമ്മം ഉണ്ടായിരുന്നു. ഹിന്ദു വിശ്വാസം മുൻനിർത്തി ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയ ഭാരതത്തിൻ്റെ മറ്റ് ഭൂപ്രദേശങ്ങൾ പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ് ജമ്മു കശ്മീർ എന്നുള്ളത്. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ അവിടെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കരുത്തുണ്ടാവുകയും ജമ്മു കശ്മീരിലും ഒരു കാലത്ത് കേന്ദ്രത്തിലും ഭരണത്തിലിരുന്ന ആളുകൾ അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരങ്ങൾ നൽകുകയും ചെയ്തതോടുകൂടി കശ്മീർ താഴ്വരയിൽ നിന്നും ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നൊരു പ്രഖ്യാപനം ജിഹാദി ശക്തികൾ നടത്തി. അത് തീർച്ചയായും പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടന്നതാണ്. പാക് ഭരണകൂടം എല്ലാ അർത്ഥത്തിലും അതിന് രാഷ്ട്രീയമായും സാമൂഹികമായുമുള്ള പിന്തുണ നൽകി. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള ആയുധങ്ങളും ആൾബലവും നൽകി. അങ്ങനെയാണ് കശ്മീരി പണ്ഡിറ്റുകൾ ജമ്മു കാശ്മീർ താഴ്വരയിൽ നിന്നും പൂർണ്ണമായി ആട്ടിയോടിക്കപ്പെടുകയും ഈ കശ്മീർ വാലി എന്ന ഒരു 100% മുസ്ലിം പ്രദേശമായി അതിനെ മാറുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കശ്മീർ താഴ്വരയിൽ ഇപ്പോൾ ജിഹാദികൾക്ക് കൊല്ലാൻ ബാക്കി ഹിന്ദുക്കളില്ല. കശ്മീരി പണ്ഡിറ്റുകളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ വിനോദസഞ്ചാരികളായി എത്തുന്ന ആളുകൾ പോലും, അതായത് ഭാരതത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദു ധർമ്മത്തിലോ അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത മതത്തിലോ വിശ്വസിക്കുന്ന ആളുകൾ തങ്ങൾ ഭൂരിപക്ഷമായ സ്ഥലത്തേക്ക് വിനോദസഞ്ചാരത്തിന് പോലും കടന്നു വരേണ്ടതില്ല എന്ന സന്ദേശം നൽകുന്ന അത്രത്തോളം മൃഗീയമായ രീതിയിൽ മതബോധം ഉള്ളിലിട്ടുകൊണ്ട് ഭീകരാക്രമണത്തിന് തുനിഞ്ഞിറങ്ങുന്ന ആളുകളെയാണ് നമ്മൾ ഇന്നലെ ഈ പഹൽഗാം എന്ന സ്ഥലത്ത് കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ജമ്മു കാശ്മീരിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ഇത്തരം വേട്ടയാടലുകളെ തുടർന്നാണ് കശ്മീരി പണ്ഡിറ്റുകൾ ആ പ്രദേശം വിട്ട് ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിയത്. ഇപ്പോൾ വിനോദസഞ്ചാരികളായി എത്തുന്ന 27 ഹിന്ദു ധർമ്മ വിശ്വാസികളെ ഇപ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകൾ മതം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊല്ലുന്നു. ഇന്നലെ നിഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവർ, ഭർത്താവിനെ നഷ്ടപ്പെട്ടവരും അതോടൊപ്പം തന്നെ മക്കളെ നഷ്ടപ്പെട്ടവരും ഒക്കെ വിലപിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിവരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിൻ്റെ ദൃക്സാക്ഷികളായവരുടെ വിവരണത്തിൽ നിന്നും അവർ പറയുന്നതും ഇതാണ്. ദ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്ന ഈ ഫ്രണ്ട് എന്ന ഈ ഭീകര സംഘടനയുടെ തീവ്രവാദികൾ തോക്കുകളുമായി എത്തിയതിന് ശേഷം ഓരോ ആളുകളുടെയും അതുവഴി കടന്നു വന്ന ഓരോരുത്തരുടെയും മതം ചോദിക്കുകയും അവർ മുസ്ലിങ്ങളല്ല എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു വലിയ ഭീകരാക്രമണം എന്നതിലുപരി ഇത് രാജ്യത്തിൻ്റെ മതേതര ബോധത്തിനും ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഐഡൻറ്റിറ്റിയെയും എല്ലാ മതവിശ്വാസത്തെയും ഒരുപോലെ കാണണം എന്ന ഒരു വലിയ ആശയത്തിനുമേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാലാണ് കനത്ത തിരിച്ചടി ഈ ഭീകരവാദികൾക്ക് രാഷ്ട്രം നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും അടിവരയിട്ട് പറയുന്നത്. നിഖിൽ.